ദ ബേസിക്സ് ഓഫ് സ്പോർട്സ് ഫിറ്റ്നസ് എന്ന ഈ കോഴ്സിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് ഇൻ സ്പോർട്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ എൻഡ്യൂറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് സ്പോർട്സിൽ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കോഴ്സിൻ്റെ ഒരു എൻ്റയർ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണുക. മാത്രമല്ല, നിങ്ങൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് അറിയിക്കുകയും ചെയ്യുക. താഴെ കമൻറ്റിൽ പോയിട്ട് ഐ ആം പാർട്ട് ഓഫ് ഇറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാർട്ടെങ്കിലും അവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നെ സഹായിക്കുകയും ചെയ്യും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഏത് ഒരു ഫിറ്റ്നസ് കോഴ്സ് ചെയ്യുമ്പോഴും അതിൻ്റെ ബേസായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് അല്ലെങ്കിൽ എൻഡ്യൂറൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ്? അതറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഈ സിസ്റ്റം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ. നമ്മുടെ കാർഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് ഹൃദയമാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഹൃദയവും ലങ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം. അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശ്വസിക്കുമ്പോൾ വായുവിലൂടെ ഓക്സിജൻ അകത്തേക്ക് ചെല്ലും അല്ലേ. അങ്ങനെ ഓക്സിജൻ ലങ്സിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അങ്ങനെ ഈ ആഗിരണം ചെയ്യപ്പെടുന്ന ഓക്സിജനെ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ആ ലങ്സിലൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുകയും ആ ബ്ലഡിലേക്ക് ഓക്സിജൻ എടുക്കുകയും എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക്, വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഓക്സിജൻ സപ്ലൈ ചെയ്യപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യപ്പെടണം അല്ലേ. ഇതിന് വേറൊരു കാര്യമുണ്ട്. ഈ ഓക്സിജൻ ചെന്ന് കഴിഞ്ഞാലാണ് അവിടെ എനർജി പ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ ഈ എനർജിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പ്രധാനപ്പെട്ട ഈ ഘടകം ഇതിങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കൂടുതൽ നേരം നമ്മൾ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ഇപ്പം ഇവിടെ നമ്മൾ സ്പോർട്സ് ആണ് പറയുന്നത്, ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അത് കൂടുതൽ നേരം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സ്പോർട്സിൽ മാത്രമൊന്നുമല്ല കേട്ടോ. അത് നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഒരു ബസ്സിന് പുറകെ ഓടുകയാണ്, അല്ലെങ്കിൽ ഒരു നായ കടിക്കാൻ വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറുകയാണ്, കോണിപ്പടി കയറുമ്പോൾ കിതച്ച് നിൽക്കുന്ന ആളുകളെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. കുറച്ച് ദൂരം നടക്കുമ്പോഴേക്ക് കിതക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ്? ഈ ഒരു കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി ടെക്നിക്കലി എന്താണ് ഈ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ദ എബിലിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് ലങ്സ് ടു സപ്ലൈ ഓക്സിജൻ ടു മസിൽസ്. അതായത് മസിലുകളിലേക്ക്, പേശികളിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാനുള്ള ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും എബിലിറ്റി അല്ലേ, അത് കൂടുമ്പോൾ നമ്മൾ പറയും എന്താണ്? ഈ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് കൂടുന്നുണ്ട് നമ്മൾ പറയും. അതേപോലെ തന്നെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ നേരം ചെയ്യാൻ കഴിയുന്നുള്ളത്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പല ഫാക്ടേഴ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ കൂടുതൽ നേരം ഇപ്പോൾ ഒരാൾക്ക് ഓടാൻ കഴിയുമ്പോൾ നമ്മൾ പറയും അയാൾ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഉള്ള ഒരാളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് എയ്റോബിക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. നമ്മുടെ ശ്വാസം എടുക്കുകയും അതിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും പിന്നീട് അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ആ സിസ്റ്റം, അതിൻ്റെ എഫിഷ്യൻസി എന്താണ്? ഇംപ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻഹാൻസ്ഡ് ഡെലിവറി ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിലുള്ള പോഷകങ്ങളൊക്കെ നമ്മുടെ കുടലുകളിൽ വെച്ചിട്ട് നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ഈ ആഗിരണം ചെയ്യപ്പെടുന്ന ന്യൂട്രിയൻസിന് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തു. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ പേശികളുടെ ഉള്ളിൽ മസിൽ ഫൈബേഴ്സിലൊക്കെ ചെറിയ ടിയേഴ്സ് സംഭവിക്കും. ആ ഡാമേജ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ വേണം. അങ്ങനെ പ്രോട്ടീൻ അവിടെ ചെല്ലുന്നു, റിപ്പയർഡ് ആവുന്നു. പിന്നീട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ചെറിയ ഡാമേജുകൾ വരുന്നു. അത് വീണ്ടും പ്രോട്ടീനുകൾ പോയിട്ട് റിപ്പയർ ചെയ്യുന്നു. അങ്ങനെ അവിടെ മസിൽ വലുതാകുന്ന ഒരവസ്ഥ വരും. നമുക്ക് വഴിയെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ഈ ന്യൂട്രിയൻസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം കൂടി കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ആകും. ഒബ്വിയസ്ലി സ്റ്റാമിന കൂടും അല്ലേ, അവർ ഭയങ്കര സ്റ്റാമിനയാണ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. നമ്മുടെ ഹൃദയത്തിന്
കൂടുതൽ എഫിഷ്യൻ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ റിക്കവറി എൻഹാൻസ്ഡ് ആവും. അതായത് നമ്മൾ ചില ആളുകളെ കണ്ടില്ലേ, നന്നായിട്ട് കിതച്ചിട്ട് പിന്നെ ആ ക്ഷീണമൊക്കെ മാറാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അങ്ങനെയുള്ള റിക്കവറികളൊക്കെ നല്ല കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വേഗത്തിലാവും. വേറൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ചില ആളുകൾ ഓടുമ്പോൾ നന്നായിട്ട് കിതക്കും അല്ലേ, കിതച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ കുറേ നേരം നിൽക്കണം ആ ഒരു ബ്രേത്ത് നോർമൽ കണ്ടീഷനിലേക്ക്, നോർമൽ സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പെർഫോമൻസ് കൂടുതൽ ഇമ്പ്രൂവ് ആവുന്നുള്ളത്. ഇപ്പോൾ പന്ത് കളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പന്ത് കളിക്കാൻ കഴിയും. അത് ഡയറക്റ്റ്ലി ഒരു ഫിസിക്കൽ ഇൻഫ്ലുവൻസ് മാത്രമല്ല കേട്ടോ. അപ്പം നല്ല കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്സിലുള്ള ആൾക്ക് കൂടുതൽ നേരം കളിക്കാനാവുക എന്നതിന് ഉപരിയായിട്ട് മെൻ്റലി കൂടി അവർ നല്ല കണ്ടീഷനിൽ കളിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ടയർഡാകുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് എബിലിറ്റികളൊക്കെ കുറയും. നമുക്ക് അതും നമ്മുടെ വരുന്ന സെഷനുകളിൽ ചർച്ച ചെയ്യാം. വേറൊരു കാര്യമാണ് ക്രോണിക് ഡിസീസസിൻ്റെ റിസ്ക് കുറയുന്നുള്ളത്, അതിൻ്റെ അപകട സാധ്യതകൾ കുറയുന്നുള്ളത്. ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടൊക്കെ കുറേ കാലം ജീവിക്കുമ്പോൾ നമ്മളിൽ വന്നു ചേരുന്ന അല്ലെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകൾ കൊണ്ടൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്ന അസുഖങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ അത് ഉണ്ടാകുന്നത് ഗ്രാജ്വലി വരുന്ന അസുഖങ്ങളായിരിക്കും. അപ്പോൾ അത് പഴയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലേ, സമ്മർദ്ദം, രക്തസമ്മർദ്ദം, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ക്രോണിക്കായിട്ട് നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ സാധ്യത ഈ നല്ല കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്സിലുള്ള ആളുകൾക്ക് കുറവായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് കൂട്ടുക അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് കൂട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ സാധാരണ നമ്മൾ പറയാറില്ല, റെഗുലർ കാർഡിയോ എക്സസൈസസ് ഉണ്ട്. റണ്ണിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ് തുടങ്ങിയിട്ടുള്ള റെഗുലറായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന കാർഡിയോ എക്സസൈസുകളുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ചില മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. കണ്ടിന്യൂസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ട്രെഡ്മില്ലിൽ ഓടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പോൾ ഔട്ട്ഡോർ ആണെങ്കിലൊക്കെ ഓടുകയാണെന്ന് കൂട്ടിക്കോളി. ആ ഓടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു 20 മിനിറ്റ്സിലേക്ക് ചെറിയൊരു പേസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ കണ്ടിന്യൂസ് ട്രെയിനിങ് എന്ന് പറയും. എന്നാൽ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻ്റർവെൽ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇൻ്റർവെൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 മിനിറ്റ് ഓടുക, 1 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റ് നന്നായിട്ട് ഓടുക. അപ്പോൾ കണ്ടിന്യൂസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഉള്ള ആ പേസ് ആവില്ല, കുറച്ചും കൂടി ഉയർന്ന പേസിൽ ഓടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1 മിനിറ്റ് നടക്കും. അപ്പോൾ നമുക്ക് വീണ്ടും റിക്കവറി വരും. അപ്പോൾ വീണ്ടും നമ്മൾ 2 മിനിറ്റ് ഓടാൻ ശ്രമിക്കും. എന്നിട്ട് 1 മിനിറ്റ് ഒരു റിക്കവറി ടൈമിലേക്ക് പോകും. അത് പല രീതിയിൽ ചെയ്യട്ടോ. 1 മിനിറ്റ് സ്പ്രിന്റ് ചെയ്തിട്ട് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 3-4 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. നമ്മുടെ എക്സസൈസിൻ്റെ ഡിമാൻഡിനനുസരിച്ച് പല രീതികളിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർവെൽ ട്രെയിനിങ്ങുകൾ ചെയ്യും. പിന്നെ ഇതിൽ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുള്ളൂ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ 2 രീതിയിലും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒന്ന്, നമ്മൾ ഇപ്പോൾ ഒരു ആഴ്ച എടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളാണ് കാർഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ഡെയിലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ചെയ്യുക. അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ് എത്ര തവണയാണ് അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ നോക്കുക. ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ കാർഡിയോ ട്രെയിനിങ് പ്ലാൻ ചെയ്തതുകൊണ്ട് കാര്യമായിട്ടില്ല. നമ്മൾ അതോട് കൂടിയിട്ട് ആ അരമണിക്കൂറിൽ എഫക്റ്റീവായിട്ട് ചെയ്യും വേണം. അപ്പോൾ അതും ഈ കൺസിസ്റ്റൻസിയുടെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഗ്രാജ്വലി പ്രോഗ്രഷൻ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രോഗ്രഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി അഡോപ്റ്റ് ആവും. ഇപ്പോൾ 20 മിനിറ്റിൽ ഒരു 6 പേസിലൊക്കെ ട്രെഡ്മില്ലൊക്കെ ആണെങ്കിൽ ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ ഓടും. അത് കുറേ കാലം കഴിയുമ്പം അതിലേക്ക് ബോഡി അഡോപ്റ്റഡ് ആയി പോകും. അവിടെ പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റുകളൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പ്ലാറ്റ്യൂ എന്നൊക്കെ പറയും, അതിലിങ്ങനെ പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയല്ല, ഗ്രാജ്വലി പ്രോഗ്രഷൻ ചെയ്യണം. അത് ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട്, ഫ്രീക്വൻസി കൂട്ടിയിട്ട്, അതിന് പല മെത്തേഡുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി കൊണ്ടുവരികയും വേണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു വഴിയാണ് ഈ ക്രോസ് ട്രെയിനിങ് ചെയ്തുകൊണ്ട് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് കൂട്ടുക എന്നുള്ളത്. അത് സ്പോർട്സിൽ പല രീതികളിലാണ് ചെയ്യുക. ഇപ്പോൾ എല്ലാ സ്പോർട്സിലും അങ്ങനെ ചെയ്യേണ്ട, ഈ ക്രോസ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തരം എക്സസൈസുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത്
നമ്മുടെ ഡിമാൻഡിന്, സ്പോർട്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നാലും പറയുമ്പോൾ പറയേണ്ടതായിട്ടുണ്ട്, ഈ ക്രോസ് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു മാർഗമാണ് നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് കൂടുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയം ഒരു മിനിറ്റ് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വോളിയത്തേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ രക്തം പമ്പ് ചെയ്യാൻ അയാളെക്കാൾ ഇംപ്രൂവ്ഡ് ആയിട്ട് കാർഡിയോ വാസ്കുലർ എൻഡുറൻസിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിയും, അവരുടെ ഹൃദയത്തിന് കഴിയും. അത് പിന്നെ ഫിസിയോളജിക്കലി വരുന്നൊരു മാറ്റമാണ്. ലോവർ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഫിസിയോളജിക്കലി വരുന്നൊരു മാറ്റമാണ്. നമ്മുടെ ശരീരം ഒരു പണിയെടുക്കാതിരിക്കുന്ന, ഒരു അധ്വാനമില്ലാതെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഉറങ്ങി എണീക്കുന്ന രാവിലെകളിലൊക്കെ, നമ്മൾ ബെഡിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ, ആ ഒരു സ്റ്റേറ്റിലൊക്കെ ഉള്ള ഹാർട്ട് റേറ്റ് കുറയും. നമ്മൾ നല്ലൊരു അത്ലീറ്റിൻ്റെ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 40 അല്ലെങ്കിൽ 35, റെയർലി ഒക്കെ ആ ലെവലിലൊക്കെ വരുന്ന അത്ലീറ്റുകളുണ്ട്. ഇപ്പോൾ 40, 45, 50 ആ റേഞ്ചുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറയാന്ന് പറയുന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ ഹൃദയത്തിന് ഒരു പമ്പിങ്ങിൽ തന്നെ കൂടുതൽ വോള്യം രക്തം പമ്പ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മിടിപ്പ് കുറച്ചുകൊണ്ട് തന്നെ ഹൃദയത്തിന് ഈ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സർക്കുലേഷൻ പമ്പിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറഞ്ഞു എന്ന് പറയും. അപ്പോൾ അത് ഫിസിയോളജിക്കലി ഉണ്ടാകുന്നൊരു മാറ്റമാണ്. വേറൊരു കാര്യമാണ് ലങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ആകുന്നുള്ളത്. ലങ്സ് ഇങ്ങനെ വലുതായി വരുന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മുടെ ലങ്സിൻ്റെ ഈ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിൻ്റെ അങ്ങനെയുള്ള കപ്പാസിറ്റി ഇമ്പ്രൂവ്ഡ് ആകും. അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയൽ ഡെൻസിറ്റി കൂടും. മൈറ്റോകോൺട്രിയ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ പവർ ഹൗസ് ആണ് നമ്മുടെ സെല്ലുകളിലെ. ഈ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ATP എന്ന് പറയുന്ന എനർജി കറൻസിയുടെ റിലീസൊക്കെ സംഭവിക്കുന്നത്, എക്സ്പ്ലോഷനൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ പേശികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി റിലീസ് ആവുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പം നമ്മൾ എനർജി കറൻസി എന്നാണ് ATP പറയുക, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ, ഈ മൈറ്റോകോൺട്രിയയുടെ ഡെൻസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എനർജി റിലീസ് കുറച്ചും കൂടിയും കൂടും എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇനി നമുക്കൊരു സാമ്പിൾ കാർഡിയോ വർക്കൗട്ട് നോക്കാം. വളരെ ലളിതമായിട്ട് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ്സ് ലൈറ്റ് ജോഗ് വാമപ്പ് ചെയ്യുക, അതിനുശേഷം ഹൈ ഇൻറ്റൻസിറ്റിയിൽ 1 മിനിറ്റ് സ്പ്രിൻറ്റ് ചെയ്യുക, എന്നിട്ട് 2 മിനിറ്റ്സ് വാക്കിംഗ് അല്ലെങ്കിൽ ജോഗിങ്, എന്നിട്ട് ഇത് തന്നെ ഒരു 5 to 8 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് കൂൾ ഡൗൺ ഒരു 5 മിനിറ്റ്സ് വാക്കിംഗ് ചെയ്യും. ഇപ്പോൾ വാമപ്പിൽ നിങ്ങൾക്ക് പലതരം സ്ട്രെച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി ഇതിലൊരു റിമാർക്കായിട്ട് പറയാനുള്ളത്, നമ്മുടെ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് തമ്മിൽ വ്യത്യാസം എന്നുള്ളത്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് പ്യുവർലി റിലേറ്റഡ് ആയിട്ട് 2 വാക്കുകൾ തന്നെയാണ്. ചെറിയ വ്യത്യാസം ഉണ്ട് താനും, തീരെ വ്യത്യാസമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിൽഡിംഗ് മസ്കുലാർ സ്ട്രെങ്ത് ഫോർ അത്ലറ്റിക് പെർഫോമൻസ് എന്നുള്ളതാണ്. അതായത് അത്ലറ്റിക് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള മസ്കുലാർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. ബൈ ഫോർ നൗ.